പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ എയർ ഫ്രയറിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എയർ ഫ്രയർ വാങ്ങിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിലൊരു പഴംപൊരി റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ആ ഒരു പഴംപൊരി ഫ്ലോപ്പായിപ്പോയി. പിന്നീട് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഞാൻ വീണ്ടും പഴംപൊരി ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്തു. അപ്പോൾ എയർ ഫ്രയർ കൊണ്ട് ഗുണമുണ്ടോ, ഇനിയിപ്പോൾ ഇത് ഗുണമില്ലാത്തൊരു സംഭവമാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഞാനിതപ്പം ഇംപെക്സിൻ്റെ എയർ ഫ്രയറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 4.5 ലിറ്റർ കപ്പാസിറ്റിയിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്കിതിൽ എണ്ണയിലൊക്കെ മുക്കിപ്പൊരിച്ചെടുക്കുന്ന പലഹാരങ്ങൾ ഒട്ടും എണ്ണ ഇല്ലാതെയോ അതല്ലെങ്കിൽ 1 ടീസ്പൂൺ എണ്ണ കൊണ്ടൊക്കെ ഇതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് എണ്ണ ഉള്ളിലേക്ക് ചെന്നുള്ള ആ ഒരു പേടിയൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിൽ ഒരു പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയത്. പഴംപൊരീൻ്റെ ബാറ്ററൊക്കെ ഞാനിത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ പഴമൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ സാധാരണ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും കുറച്ച് കട്ടി കൂടിയിട്ടുള്ളൊരു മാവായിട്ട് വേണം റെഡിയാക്കിയെടുക്കാൻ. എന്നാൽ ഒരുപാട് കട്ടിയുള്ളൊരു മാവായി പോവുകയും ചെയ്യരുത്. അപ്പോൾ ഞാനിത് എയർ ഫ്രയറിനുള്ളിലെ ഗ്രില്ലിലേക്ക് കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്ത് പഴം മാവിൽ മുക്കി ഈ ഒരു ഗ്രില്ലിലേക്ക് നേരിട്ട് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് പറ്റിയ ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇങ്ങനെ മാവിൽ മുക്കി പൊരിക്കുന്ന പലഹാരങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് നേരിട്ട് വെച്ച് കൊടുക്കാൻ പാടില്ല. ഈ മാവൊക്കെ നന്നായിട്ട് ഗ്രില്ലിലേക്ക് പറ്റി പിടിക്കും. അതുപോലെ തന്നെ ഈ ഗ്രില്ലിലൂടെ ഡ്രൈയിലേക്ക് മാവെല്ലാം ഒലിച്ചിറങ്ങി ഒക്കെ ഒന്നായിട്ട് പറ്റി പിടിച്ചിരിക്കും കേട്ടോ അവിടെ. അപ്പോൾ മാവെല്ലാം അവിടെ ഉണങ്ങി പിടിച്ച് നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിതാ 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പഴംപൊരി ഒന്ന് വേവാനായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴംപൊരിയുടെ മുകൾ ഭാഗമൊക്കെ ഒരു പാകത്തെ വേവായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 1/4 വേവേ ആയിട്ടുള്ളൂ. ഇനി നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ആ ഒരു ഭാഗം കൂടെ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മറിച്ചിടാൻ നോക്കിയപ്പം ഒട്ടും തന്നെ മറിഞ്ഞ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പഴംപൊരി എല്ലാം ഈ ഒരു ഗ്രില്ലിൽ നല്ല പോലെ തന്നെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനത് വീഡിയോ ഓഫാക്കിയതിന് ശേഷം പിന്നെ കൈ വെച്ചൊക്കെ ഒന്ന് പറിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗം കൂടെ നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ അതായത് അടിപൊളിയായിട്ട് തന്നെ ഒക്കെ വെന്ത് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ മുരിഞ്ഞ് വന്നത് കൊണ്ട് തന്നെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നമുക്ക് കഴിക്കാം. അപ്പോൾ എണ്ണ ഇല്ലാതെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതാണല്ലോ, അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് അടിപൊളി തന്നെ ആയിരുന്നു. പിന്നീട് ബാക്കിയുള്ള കുറച്ചുകൂടെ പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് കേട്ടോ നമ്മുടെ എയർ ഫ്രയറിൻ്റെ ഡ്രൈൻ്റെയും ഗ്രില്ലിൻ്റെയും ഒക്കെ അവസ്ഥ. ഗ്രില്ലിൻ്റെ ഉള്ളിലൂടെയൊക്കെ മാവ് ഇറങ്ങി ഡ്രൈയിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രില്ലിലൊക്കെ മാവ് നന്നായിട്ട് കരിഞ്ഞും പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തേച്ചുരച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് കുറച്ച് സമയമൊന്നും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാനിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലൊരു നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മളിത് പാത്രം കഴുകുന്ന ചകിരിയോ സ്ക്രബ്ബറോ ഒന്നും ഉപയോഗിച്ച് തേച്ചുരച്ച് കഴുകിയെടുക്കാൻ പാടില്ല. ഇതിലൊരു കോട്ടിങ്ങൊക്കെ ഇളകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ പാകം ചെയ്തെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറ്റിപ്പിടിച്ച മാവൊക്കെ കൈവച്ച് ഒന്നങ്ങ് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും ഒരു ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പാത്രം കഴുകുന്ന സ്പോഞ്ചും അതുപോലെ തന്നെ ലിക്വിഡ് ഉപയോഗിച്ച് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. സ്പോഞ്ചിൻ്റെ ഒരു സ്പോഞ്ച് ഭാഗം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. ആ ഒരു ചകിരി പോലെയുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചത് ക്ലീൻ ചെയ്തെടുക്കാൻ പാടില്ല. ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകിപ്പോവും. അപ്പോൾ ഞാനിത് സ്പോഞ്ചും ലിക്വിഡൊക്കെ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്.
ഈ ഒരു ട്രേയുടെ ഒരു കൈഭാഗം വരുന്ന ആ ഒരു സ്പേസൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒന്നും വെള്ളം തട്ടാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ഉൾഭാഗം മാത്രം നമ്മൾ ക്ലീൻ ചെയ്തെടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഉണങ്ങിയ ടവൽ വെച്ച് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതായി ഒരു ട്രേ നമുക്ക് തേച്ചുരച്ച് കഴുകിയെടുക്കാം. ഇപ്പോൾ ഇതാ ഗ്രില്ലും ട്രേയുടെ ഉൾഭാഗമൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകിയെടുത്ത ഭാഗങ്ങളും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. നമ്മളിത് എയർ ഫ്രയറിനുള്ളിലേക്ക് പാകം ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുമ്പം ഇതിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എനിക്ക് നല്ലൊരു യൂസായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു എയർ ഫ്രയർ തോന്നിയത്. ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. 1-2 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് അതെല്ലാം മാറിക്കിട്ടും. ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഗ്രില്ലും ട്രേയൊക്കെ നല്ലപോലെ തന്നെ തുടച്ച് ഉണക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രേയിലേക്കും ഗ്രില്ലിലേക്കൊന്നും പറ്റിപ്പിടിക്കാത്ത വിധത്തിൽ പഴംപൊരിയും മറ്റ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാ നമുക്ക് എയർ ഫ്രയർ ലൈനേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇതുപോലത്തെ പേപ്പറുകൾ വാങ്ങാൻ കിട്ടും. ഇതിങ്ങനെ ഒരു സെറ്റിൽ 50 എണ്ണമാണ് കേട്ടോ ഉണ്ടാവുക. ഇതിൽ നിന്ന് ഒരു പേപ്പർ നമുക്ക് ഒറ്റ പ്രാവശ്യം യൂസ് ആക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ ഫ്രൈ ഐറ്റംസ് ഉണ്ടാക്കാനാണെങ്കിലും കേക്ക് ബേക്ക് ചെയ്യാനാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. നമുക്ക് ആ എയർ ഫ്രയറിൻ്റെ ട്രേയിലും ഗ്രില്ലിലൊന്നും ഒട്ടും വൃത്തികേടാകാതെ തന്നെ പാകം ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ എയർ ഫ്രയറിൻ്റെ സൈസ് അനുസരിച്ചുള്ള ഇതുപോലത്തുള്ള പേപ്പറുകൾ നമുക്ക് പല സൈസിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പേപ്പറിലൊക്കെ പാകം ചെയ്തിട്ടുള്ള ഒരുപാട് റെസിപ്പീസുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ വരും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു ഉപകാരമായിട്ട് തന്നെയാണ് കേട്ടോ എയർ ഫ്രയർ തോന്നിയത്. പിന്നെ അതാ എയർ ഫ്രയറിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഇതുപോലത്തെ സിലിക്കോണിൻ്റെ ലൈനേഴ്സാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും റീയൂസ് ചെയ്യാം. ഇത് നമുക്ക് ഓരോ പ്രാവശ്യവും ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്ത് നല്ലപോലെ ഉണക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് പരസ്യമായിട്ടൊന്നും അല്ലട്ടോ ചെയ്യുന്നത്. എയർ ഫ്രയർ വാങ്ങിച്ചിട്ട് നല്ലപോലെ ഉപയോഗിക്കുന്ന ആളുകളും ഒട്ടും ഉപയോഗിക്കാതെ എടുത്തു വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എയർ ഫ്രയറൊക്കെ വാങ്ങിച്ചിട്ടും ഉപയോഗിക്കാതെ എടുത്തു വെച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇനി ഞാനിതാ പഴംപൊരി നമ്മുടെ ഈ സിലിക്കോണിൻ്റെ ഈ ഒരു ലൈനേഴ്സിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചെറുതായിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിട്ട്. ആ ഒരു ലൈനേഴ്സിലൊന്നും ഒട്ടും തന്നെ ഓയിലൊന്നും പിടിക്കില്ല. ഇനി നമ്മൾ പഴം മാവിൽ മുക്കി ഇതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഒരുപാട് അട്ടിയായിട്ട് വെച്ച് കൊടുക്കരുത്. ഇതുപോലെ ഇതിൽ കൊള്ളുന്ന ആ ഒരു രീതിയിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ആദ്യം ഒരു 150 ഡിഗ്രിയിൽ ഒരു 8 മിനിറ്റോളം ഒന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതാ നമ്മുടെ പഴംപൊരിയുടെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴംപൊരിയുടെ മുകൾ ഭാഗത്തായിട്ട് കൂടെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചുകൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് കണ്ടില്ലേ, നമുക്കിത് പെട്ടെന്ന് തന്നെ തിരിച്ചിടാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ അടിക്കൊന്നും പിടിക്കില്ല. അതുപോലെ തന്നെ ആ ഒരു ട്രേയിലേക്കൊക്കെ മാവ് ഒലിച്ചിറങ്ങി അവിടെ പറ്റി പിടിക്കുന്ന ആ ഒരു പ്രശ്നമൊന്നുമില്ല. വീണ്ടും ഇത് അടച്ച് വെച്ച് ഞാനൊരു 150 ഡിഗ്രിയിൽ തന്നെ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു സമയമൊക്കെ കഴിയുമ്പോൾ ഇതുപോലൊരു ബെല്ലടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന് തുറന്ന് നോക്കിയാൽ മതി. ഇതാത് കണ്ടില്ലേ, നമ്മുടെ പഴംപൊരിയൊക്കെ നല്ലപോലെ തന്നെ മുരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ചൂടൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. കൈയൊക്കെ പൊള്ളുന്ന ആ ഒരു ചൂടൊക്കെ തന്നെ ഉണ്ടാവും.
അപ്പോൾ നമ്മളിത് നേരിട്ട് കൈകൊണ്ട് എടുക്കാതെ ഒരു പിളക്കറൊക്കെ ഉപയോഗിച്ച് എടുത്താൽ മതി. കണ്ടില്ലേ, നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ആ ഒരു ഓയിലൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഇനി അടുത്തൊരു പഴംപൊരി ഉണ്ടാക്കണമെങ്കിലും ഈ ഒരു ഓയിൽ തന്നെ നമുക്ക് മതി, എക്സ്ട്രാ തടവി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളിത് എയർ ഫ്രയറിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ പഴംപൊരിയൊക്കെ എല്ലാം കൂടെ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം കൈവച്ച് ഇതുപോലെ ഒന്ന് വേർപെടുത്തി എടുത്താൽ മതി. അപ്പോൾ ഒട്ടും എണ്ണയില്ലാത്ത അടിപൊളി പഴംപൊരി നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.